ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് ഒരു സമാധാനം നിറഞ്ഞ ഒരു ദിവസമായിരുന്നു ഗൈസ്. ഇന്ന് കുറച്ച് മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തി. ഇന്ന് വർഷയുടെ വീട്ടിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. അതായത് ഒരു നൈറ്റ് ഫുൾ അവിടെ സ്റ്റേ. കല്യാണത്തിന് ശേഷം ആദ്യമായിട്ടായിരിക്കും ഗൈസ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ അങ്ങോട്ട് പോകണം. അപ്പോൾ എനിക്ക് ഡ്രസ്സ് മാറണം. ഞാൻ വീട്ടിലെ ഡ്രസ്സ് മാറിയിട്ട് നിൽക്കുകയാണ്. അവൾ ഡ്രസ്സ് മാറിക്കൊണ്ട് നിൽക്കുകയാണ്. പക്ഷെ അതിന് മുന്നേ ഒരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരണം ഗൈസ്. ഇത് ഞാൻ കുറച്ച് ദിവസമായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു ഈ സംഭവത്തിൽ. നമ്മൾ കൊച്ചിലെ മുതലേ വീട്ടിലൊക്കെ കണ്ടുവരുന്നൊരു സാധനമാണ്. ഒന്ന് പത്രം, പിന്നെ ഒന്ന് ചെറിയ മാഗസീൻസൊക്കെ. അപ്പം സ്ഥിരമായി വീട്ടിൽ അമ്മയും വലിയമ്മയും കുഞ്ഞമ്മയും ഒക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്നൊരു മാഗസീനാണ്, അല്ലെങ്കിൽ വാങ്ങിക്കണ മാഗസീനാണ് വനിത. അപ്പോൾ ഗൈസ്, ഈ മാസത്തെ വനിതയുടെ ലക്കത്തിൽ ഞാൻ കാണിച്ചു തരാവേ. ഇത് വനിത. ഹലോ വനിത. ഇതിൽ ഓഹോ ഇങ്ങനെ വരച്ച് വരുമ്പോൾ ഉണ്ടല്ല, ഇതാരെന്ന് നോക്ക് ഗൈസ്. ഒന്നിച്ചൊന്നായി പാറിടാം കാർത്തിക് സൂര്യയും വർഷയും, താരങ്ങൾ ഒന്നിക്കും കല്യാണം. എന്നിട്ട് 2 പേരുടെ ആർട്ടിക്കിൾ ഉണ്ട് ഗൈസ്. അതുകൊണ്ട് ഈ സൈഡിൽ നമ്മളെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് മൊത്തം. ഹലോ ഗൈസ്, കല്യാണ ബമ്പർ എന്നൊക്കെ എഴുതിയിട്ട് ആണ്ട് ഗൈസ് ഞാനും വർഷം കൂടെ അവിടെ ഇരിക്കണതിൻ്റെ ഫോട്ടോയും പിന്നെ ഞങ്ങളുടെ കല്യാണ വിശേഷങ്ങളും ഒക്കെ മാഗസീനിൽ വന്നേക്കുന്നു. എൻ്റെ മോനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ ഗൈസ്. ഇങ്ങനെയൊക്കെ നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഓരോ ദിവസം കഴിയുന്നതോറും ഇങ്ങനെ നമ്മളെ അടുത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണത്. എന്തായാലും താങ്ക് യു സോ മച്ച് വനിത ഫോർ ഫീച്ചറിങ് അസ്. ഇനി ഞാൻ പോയി റെഡി ആവട്ടെ ഗൈസ്. എന്നിട്ട് നമുക്ക് പോണം വർഷയുടെ വീട്ടിലേക്ക്. അച്ഛാ, ഇത് കണ്ടായിരുന്നാ വനിതയില് വായിച്ച ആർട്ടിക്കിള്? എങ്ങനെ ഉണ്ടായിരുന്നു? ആണാ? ഓ, എന്നെ വിളിച്ച് കുറെ ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു ഫോണിൽ കൂടെ. തോന്നുന്നുണ്ടല്ലേ? ഫ്രീ ആയിട്ട് വായിച്ചു പോകാൻ പറ്റുന്നില്ല. ഓ, അങ്ങനെ ഫീൽ ചെയ്തല്ലേ? മറ്റുള്ള ആർട്ടിക്കിൾസ് വായിക്കുന്നത് പോലെ ഇത് വായിച്ചു പോകാൻ ഒരു സുഖമില്ലായിരുന്നു, സ്മൂത്ത്നെസ് ഇല്ലാത്തതുപോലെ. ഓ, ചിലപ്പോ അവരുടെ ശൈലി അതായിരിക്കാം. എന്തായാലും നമുക്ക് അതൊരു സ്മൂത്ത് ആയിട്ട് തോന്നിയില്ല. അങ്ങ് ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സ്റ്റക്ക് വരുന്ന പോലെ ഫീൽ ചെയ്തല്ലേ? കാര്യം ഈ ചോദ്യോത്തരം തന്നെ വളരെ സുന്ദരമായിട്ട് ആലേഖനം ചെയ്യാൻ കഴിയുമോ? പക്ഷെ അച്ഛാ, വനിതയിലൊക്കെ വേണ്ട ഞാനും അവളും കൂടെ ഇരിക്കടച്ച. വനിത പിന്നെ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വുമൻസ് മാഗസീനിലൊന്നും തന്നെയാണ്. അമ്മ വിളക്ക് കത്തിച്ചല്ലേ? അമ്മ വിളക്കം കത്തിച്ചിട്ട് അമ്മ എവിടെ പോയി കേസ്? അമ്മോ, അമ്മ കണ്ട വനിതയില്? ഞാൻ കണ്ടു. എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാവോ? എന്റെ അടുത്ത് ചോദിച്ചു വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തു. അമ്മ എന്തോന്ന് കാണണ? റെസിപ്പി വ്ളോഗ് കണ്ടോണ്ടിരിക്കുകയാണ് അമ്മ. ഇന്ന് വർഷയുടെ വീട്ടിലാണേ നിൽക്കണത്. ഞാൻ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വരട്ടെ ആദ്യം. ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇറങ്ങും. അപ്പോൾ വെച്ചാൽ ഞാൻ ഡ്രസ്സും മാറിയിട്ട് ഇപ്പോൾ ഇറങ്ങുവേ. ഓക്കെ, പോയിട്ടിറങ്ങ ഗൈസ്. ഡ്രസ്സ് മാറി ഞാൻ കുട്ടപ്പനായിരിക്കുകയാണ് ഗൈസ്. ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാം. പക്ഷെ അതിന് മുന്നേ ഉണ്ട് ഗൈസ്, ഇന്ന് കാസർഗോഡ് നിന്ന് ഒരു പയ്യൻ, നമ്മുടെ സ്പാർട്ടക്കുട്ടി പറഞ്ഞിട്ട് അവൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഒരു പെർഫ്യൂമൊക്കെ ഉണ്ടാക്കുന്ന ഒരു പയ്യനാണ്, അപ്പോൾ അവന് ചേട്ടനെ വന്ന് കണ്ടൊരു പെർഫ്യൂം തരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വിടുമ്പത്തേ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ വന്നിട്ട് അവൻ വേണ്ട കേസ് എനിക്കും വർഷയ്ക്കൂടെ ഒരു 4 പെർഫ്യൂം ഗിഫ്റ്റ് തന്നു. അപ്പോൾ അവൻ പറഞ്ഞ് ഇത് ചേട്ടന് മണം ഇഷ്ടപ്പെട്ട് മണം മെയിൻറ്റെയിൻ ആവുന്നെങ്കിൽ മാത്രം അവനിങ്ങനെ ഒരു സ്റ്റോറി ഇട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതിയെന്ന്. പക്ഷേ മണം തന്ന 4 അടിപൊളി. നിങ്ങൾക്ക് 4 ഇഷ്ടപ്പെട്ട് പാക്കേജിങ് കാണിച്ചു തരാം. ഇതുപോലത്തെ പൂക്കളർ കവറിലൊക്കെ തന്നിട്ട് ഇതാണ് അവൻ്റെ പാക്കിങ്. ഇതിങ്ങനെ ഹലോ ഹായ് ഇതാണ്ട് ഗൈസ് പാക്കിംഗ് ഒക്കെ വന്നിട്ട് ഇങ്ങനത്തെ ഒരു സാധനത്തിലാണ്. നല്ല രസമുണ്ട് ഇത് കാണാൻ. തുറന്ന് നമ്മൾ പെർഫ്യൂം പുറത്തെടുക്കുമ്പം കണ്ടാ, കാർത്തിക് സൂര്യ വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ട് കസ്റ്റമായിട്ട് ഒരു പെർഫ്യൂം ചെയ്ത് തന്നേക്കുന്നത്. നല്ല മണമല്ലോ. ഞാൻ ഇതിനി ലാസ്റ്റിംഗ് ആണെന്നൂടെ നോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം ഗൈസ്. ലാസ്റ്റിംഗ് ആണെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടേക്കാം. പക്ഷേ കിഡിലം മണം കേട്ടോ, 4 അടിപൊളി. കാസർഗോഡ് വലിയ പ്രായമൊന്നുമില്ല, അവർ 7 വർഷമായിട്ട് ഈ പെർഫ്യൂമിൻ്റെ ഈ റിസർച്ചിലും പഠിത്തത്തിലും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൻ സ്വന്തമായിട്ട് നടത്തുന്ന ഒരിതാണ്. അതുകൊണ്ട് ഇതാണ് അവൻ്റെ ഇൻസ്റ്റ ID, ആം പ്രോഡക്ട്സ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. കണ്ടോ ഗൈസ്, ഇതാണ് അവൻ്റെ ഇൻസ്റ്റ ID, ആം പ്രോഡക്ട്സ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട്. ഈ മണം ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ പയ്യനെ ഇഷ്ടപ്പെട്ടു ഗൈസ്. ഭയങ്കര എന്തോ, നമുക്ക് ചില ആൾക്കാരെ കാണുമ്പോൾ നമുക്കൊരു
ഒരു പോസിറ്റീവ് വൈബ് അടിക്കും. എനിക്ക് അങ്ങനെ അവൻ ഇവിടെ വന്ന് അവൻ്റെ പെർഫ്യൂം ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇനിയിപ്പം മായി മച്ചാൻ്റെ അടുത്തോട്ട് ഞാൻ കാണണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പറഞ്ഞു വിട്ട് പിന്നെ കുറച്ച് ആൾക്കാരെയൊക്കെ അവൻ കാണാൻ പോകുന്നുണ്ട്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് മുത്തേ. നീ ഇപ്പോൾ 7 വർഷമായെന്ന് പറഞ്ഞാൽ വൈ ഫീൽഡിൽ. അപ്പോൾ അവൻ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു അവൻ്റെ ഈ സ്മോൾ വെഞ്ചറിൽ. എൻ്റെ പെർഫ്യൂം ബ്രാൻഡ് പെർഫ്യൂമായി പോകുന്ന സുഹൃത്തുക്കളെ, ഇഷ്ടപ്പെട്ടില്ല ഇടാനൊക്കെ? നല്ല മണം. അവൾക്ക് 2 എനിക്ക് 2 അങ്ങനെയാണ് അവൻ തന്നത്. 2 ഓൺ പെർഫ്യൂം, 2 എന്തോ ഇൻസ്പയർഡ് ആയിട്ടുള്ള പെർഫ്യൂം എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇനി ഞങ്ങൾ പതുക്കെ ഈ പെർഫ്യൂമൊക്കെ അടിച്ചിട്ട് പോട്ടെ വാലികോണത്തേക്ക്. ഗൈസ്, എൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ ഒരു 2 നിക്കർ കൊണ്ട് ഒരു 2 ആഴ്ച കഴിച്ചുകൊണ്ടിരുന്ന ഞാനാണ്. അപ്പോൾ അങ്ങനെ സാധനങ്ങളൊന്നുമില്ല. ഇന്ന് ഒരു രാത്രിയാണ് നമ്മളവളുടെ വീട്ടിൽ നിൽക്കാൻ പോണ കേട്ടോ ഗൈസ്. പക്ഷേ ഒരു രാത്രിക്ക് ഇതെന്താടി ഇത്? നമ്മൾ കല്യാണം കഴിയുമ്പോൾ ജീവിതം മൊത്തത്തിൽ മാറി മറിയും സുഹൃത്തുക്കളെ. ഇതിൽ എൻ്റെ അവളുടെ ഡ്രസ്സ് കൂടാതെ ചാർജിങ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കൂടാതെ ഇതാരായിരുന്നു ഞാൻ? ഇത് ചോട്ടു. അവർക്കും വീട് തിരിച്ച് വീട്ടിൽ. ഓ അയ്യോ, ഇതിനെ കാണുമ്പോഴൊക്കെ എനിക്ക് പാവം തോന്നും. ഇതാരായിരുന്നു? സുബ്രു. ഓ എനിക്ക് എത്ര ആലോചിച്ചിട്ടും എനിക്ക് പിടിയിട്ടില്ല ഗൈസ്, ഈ പെട്ടിക്കകത്ത് ഇത്രയ്ക്കും മാത്രം സാധനങ്ങൾ എന്താണെന്ന്. അമ്മ അവിടെ നിന്ന് ഫോൺ വിളിച്ചു ചോദിക്കണം നിങ്ങൾ ഇറങ്ങണില്ലേന്ന്. അപ്പൊ നമ്മളിനി ഒരു രാത്രി സ്റ്റേ. പൊളിയല്ലേ? ഷോ, അത് ചേഞ്ച് ആവും ഗൈസ്. നമ്മൾ തന്നെ അറിയാതെ നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരും. അതിലൊന്നാണ് ഈ മുതുക്ക് പെട്ടി. മാറണ്ടെന്നാ? ആ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ ഗൈസ്. ഗോസ്തി, ഞങ്ങൾ പോയിട്ട് വരട്ടാ. ഏടി പോയിട്ട് വരട്ടാ അമ്മ. അമ്മ ഇത് പെട്ടി കണ്ട അമ്മ? ഒരു രാത്രി നിൽക്കാൻ പോണേണ് ഞങ്ങള്. ഷീറ്റൊന്നും എടുത്തില്ല. എന്തോ എനിക്ക് മനസ്സിലാവണില്ല. പിടിച്ചു വെക്കാണ്. ഓ അപ്പൊ ഇത്രയും വരുമല്ലേ? ഇരിക്കട്ടതല്ലേ? നീ എന്ത് ചെയ്യണം അടുക്കളയില്? അച്ചാറ് മോട്ടിക്കുന്നോടി പാതിരാത്രി പോയി. എനിക്കെന്താ എന്തിനിങ്ങനെ അച്ചാർ തിന്ന് തീർത്തത്? ഞാൻ നോക്കിയപ്പോഴേ എന്തുപറ്റി അമ്മ? എന്റെ വായു നിറഞ്ഞിരിക്കണു. വെള്ളം കൊടുത്തോ? അലർജിയില്ലേ? പിള്ളേരെ കൊതിപ്പിച്ച് അവിടുന്ന് ഒരു തല ഇരിക്കണം. ഗോസ്റ്റാപ്പീട ബാ ഞാൻ പോവാ. അമ്മ അപ്പം നമ്മൾ ഇറങ്ങിയിട്ട് വരാവേ. ലഡു പോയിട്ട് വരട്ടാ? അടി പോയിട്ട് വരട്ടോ? പോയിട്ട് വരാവേ ബാ. ഓ മാന്തല്ലേടി. ഓക്കെ, അപ്പോൾ ഞങ്ങൾ തിരിക്കുന്നു. അമ്മ പോയിട്ട് വരാവേ. അച്ഛനെ കണ്ടുകൂടാ. ടാറ്റാ. അതെ, വെറൈറ്റി ടാറ്റ. ആദ്യം അതായത് ഗൈസ് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1.5 മാസമായി. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് അവളുടെ റൂമിൽ ഞാൻ കയറാൻ പോകുന്നത്. ഐ മീൻ കല്യാണത്തിന് മുന്നേ കയറിയിട്ടില്ല, കല്യാണത്തിന് ശേഷവും റൂം ഇങ്ങനെ പുറത്തുനിന്ന് കണ്ടിട്ടുള്ളത്. ഞാൻ കയറി കിടന്നിട്ടില്ലടി. എക്സൈറ്റഡ്. എന്താണ് ആ റൂം? ഒന്നുമില്ലല്ലേ? ഞങ്ങൾ ഇറങ്ങി ഒരു 20-25 മിനിറ്റിനകം നമ്മൾ അവിടെ എത്തുന്നതായിരിക്കും. എത്തിയിട്ട് വരാം ഗൈസ്. മാമി എന്താണ് ഇന്ന് രാത്രി ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതെന്ന് ഞാനിപ്പോ വെറും തീറ്റപ്പണ്ടാരമായി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ ഇല്ല, അത് നല്ലതാണ്. ഇപ്പൊ തിന്നില്ലേ പിന്നെ എപ്പോൾ തിന്നാനാണ്? ഇത്രയും ഡയറ്റൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ടത് ഗൈസ്. ഇപ്പോഴും ഡയറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ തിന്നാനല്ലേ. എന്തായാലും ഞങ്ങൾ അങ്ങ് എത്തിയിട്ട് വരാം. ഓ മാമി ഒരു ചെമ്പരത്തിയുടെ മണ്ട പിടിച്ചെന്നും പറഞ്ഞിട്ട് ഇവിടെ യുദ്ധമായിരുന്നു. യുദ്ധം. ഞാൻ മാമി ഇവള് ഇങ്ങനെ ഞാൻ പെട്ടെന്ന് ചേച്ചിന്നായിപ്പോയി. കൺഫ്യൂഷൻ. മാമിയായിരുന്നു സുഹൃത്തുക്കളെ, ചേച്ചിയല്ല. എൻ്റെ അമ്മാമ്മ എന്നെ നോക്കണം. ഇപ്പൊ കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ നിൽക്കാൻ പറഞ്ഞത്. ഞങ്ങളൊന്ന് സെറ്റപ്പ് ആവട്ടെ കേസ്. ഇവിടെ വീട്ടിൽ നിന്ന് ഇറങ്ങി അന്ധകാരത്തിലൂടെ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത് മാമി? ചിന്നു ചേച്ചിയുടെ വീട്ടിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മാമി മേടിച്ചവിടെ. മക്കളെ എന്ത് പറ്റിയടാ? അയ്യോ മക്കളെ നീ കൂടെ ചെല്ലടി. ഇപ്പൊ പിടിച്ചോടി. എടാ അവൾക്ക് കിട്ടിപ്പിടി കിട്ടിയില്ലെന്ന്.
ഞാൻ ദേവിനെ പിടിക്കാൻ പോയോണ്ടല്ലേടാ നിനക്ക് പിടിച്ചടാ മക്കളെ, പിടിച്ച് മാമിയെ മിക്കവാറും ഇത് പട്ടി ഓടിച്ചിട്ട് കടിക്കും കേട്ടാ. നീ വന്നേടാ. ഓ ചെവിയൊക്കെ സമ്മതിക്കുന്നില്ല. ആണാ നിന്റെ വീട്ടിലുണ്ടോ പട്ടി? ഉണ്ടാ? എന്താണ് പട്ടിയുടെ പേര്? ബ്ലാക്കിയോ? ഹലോ, എന്തൊക്കെ ഉണ്ടോ വിശേഷം? പെട്ടെന്ന് നീ അങ്ങ് നന്മപരമായി പോയല്ലോടാ. എന്റെ മുടി അഴിച്ചളെ, എന്റെ ഐലൈനർ തുടക്കി, എന്റെ കമ്മൽ ഊരി എടുക്കാം. മക്കളെ സുഖമാണോടാ? എന്നെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ. നിന്റെ കല്ലൊക്കെ എടുത്ത് കാണിച്ചേടാ നീ അവിടെ നിന്ന് ചുരണ്ടിയത്. തൊണ്ടി മുതൽ എന്റെ അടിച്ചു മാറ്റിയ തൊണ്ടി മുതൽ. ഇതെവിടെ നിന്നാണ് നീ ഇതായിട്ട് എടുത്തത്? അല്ലേ പെട്ടെന്ന് ഭയങ്കര. തൊണ്ടി മുതൽ ഇത് മക്കളെ നീ എവിടെ നിന്ന് എടുത്തേടാ? വർഷക്കുറ്റി ഇല്ലാത്ത സമയത്ത് വന്ന് അതിന് നമ്മളവിടെ മോഷണം എന്നൊക്കെ പറയൂടാ. ഇല്ലാത്ത സമയത്ത് വന്ന് എടുത്തോണ്ട് പോയല്ലേ. ഈ കല്ലുകളിൽ ചെറുത് ഞാൻ എടുക്കണമെന്ന് പറഞ്ഞിരുന്നേടി. കണ്ടാ ഉത്തരവാദിത്തമുള്ള ചെറുക്കനാണല്ലേ മാമി. നിങ്ങൾ അങ്ങോട്ട് വരണില്ലേ ഇന്ന്? നീ വരണണ്ടാ? രാവിലെ സ്കൂളിൽ പോണോന്നുള്ളവരെ വേണമെങ്കിൽ ആബ്സെന്റ് ആവാന്ന്. വേണ്ടാന്നൊക്കെ ചേച്ചി. അത് കൊള്ളാം, നല്ല രസമുണ്ട് ചേച്ചി. അത് കാർപ്പറ്റ് അല്ലേ? ദുബായിന്നാ? കൊള്ളാം, നല്ല രസമുണ്ട് അത് കാണാൻ. ഇത് ചേച്ചിയുടെ വീടല്ലേ? ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങട്ടെ, ഇനി അപ്പുറത്തോട്ട് പോട്ടെ. എന്തുവാടാ റണ്ണിങ് റേസാ? ഓഹോ ഇവിടെ ഹീല് വർഷ ഹീല്. ഒയ്യോ ഓഹോ, നീ ഓടിയില്ലേ മക്കളെ? ഓക്കെ ബൈ പോയിട്ട് വരാം. മാമി കൂടെ ഓടാത്തത്. ഇനി മാമി ഓടിയിട്ട് വേണം നടുവെട്ടി ഇവിടെ കിടക്കാനെന്ന്. ഞങ്ങൾ പതുക്കെ സ്ലോ മോഷനിൽ സമാധാനപരമായി നടന്നു പോകുന്നു സുഹൃത്തുക്കളെ, അല്ലേ മക്കളെ? ഡേയ് ആര് ജയിച്ച്? നീ ജയിച്ചാ? പക്ഷെ ആദ്യം നീ ഓടിയപ്പോ ഓക്കെ നമുക്ക് പോവാം. ചേച്ചി പോയിട്ട് വരാവേ. ടാറ്റാ മക്കളെ. ദേവു പോയിട്ട് വരാം മോളെ. വാ കയറി വണ്ടി കയറി. ഇതാണ് മമ്മി ഫുഡൊന്നും ഇല്ലാന്ന് പറഞ്ഞത്. ഇത് എന്റെ അമ്മ പറയാനാണ് കൈപ്പോയി. അമ്മ എവള് വന്നു. ഇതോടെ അല്ല എന്നാലും ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ. ചിക്കൻ ഫ്രൈ വാങ്ങിയാമോ വെച്ചാ? അത് കലക്കി കേട്ടോ. ഇടിയപ്പവും ചിക്കൻ കറിയും കഴിക്കുന്നതാണ്. പൊളിക്ക് ഫ്രൈ. ഇതെന്തോ അമ്മ ഇത്? കപ്പയും പുളിയും മുളകും പൊളിക്കും കേട്ടാ. പുളിയും മുളയും കപ്പയും. ചിക്കന്റെ കാല് എന്നെ വല്ലാതെ ടെംപ്റ്റ് ചെയ്യുന്നു. നല്ല ടേസ്റ്റ്. ഓക്കെ, ഞാൻ അധികം കാണുന്നത് കൊതിപ്പിക്കുന്നല്ല. നിങ്ങൾ ചെറുതായിട്ട് ഫുഡ് കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ കഴിച്ചിട്ട് വരാം. വരുന്നത് കഴിച്ച് വയറൊക്കെ വിരുന്നെന്ന്. ഇപ്പൊ വിരുന്നെന്നുള്ള കാര്യം മാത്രമേ വായിൽ പറഞ്ഞോളൂ ഗൈസ്. ഇത് നോർമൽ വീട്ടിലെ ഫുഡാണ് കഴിച്ച് വയറൊക്കെ വീർത്ത് ഗൈസ്. ഇനി ഞങ്ങൾ കിടന്നുറങ്ങട്ടെ. ഇവിടത്തെ എൻ്റെ ആദ്യത്തെ ഉറക്കം. അപ്പോൾ നല്ലൊരു ഉറക്കമാവട്ടെ. ഒരു ടാറ്റ ഉണ്ട്. പക്ഷേ ബൈ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.